അവൻ അവിടുന്ന് എന്റെ പൊന്നു ഒന്നും പറയുന്നു. എടി നീ കോൾ എടുക്ക്, എന്തിനാ കോള് കട്ട് ചെയ്യുന്നത്? ഇല്ലടാ, അതിന്റെ ഒരു ഫ്രണ്ടാ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഭാഗ്യം, നീ എന്നോട് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഒരു ഫ്രണ്ടാണെ പിന്നെ എന്റെ മൊബൈലിൽ നിനക്ക് കോൾ എടുത്താൽ എന്താ? എടാ, നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ, അതാ ഞാൻ കട്ട് ചെയ്തത്. എടി, ഞാൻ എന്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അവിടുന്ന് ഇവിടം വരെ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിട്ട് മാത്രം. നീ എന്നെ ചതിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. എടാ, അതെന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രം അല്ല, നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിലൊന്നും ഇല്ല. സത്യം ചെയ്, നിന്റെ ജീവിതത്തിൽ ഞാനും നിന്റെ ഭർത്താവും അല്ലാതെ വേറെ ആരുമായിട്ട് നീ ഒരു ബന്ധമില്ല. സത്യം ചെയ്, സത്യം ചെയ്, സത്യം ചെയ്. സത്യം, വേറെ ആരുമില്ല. സത്യം. ഒന്നുമില്ല, അങ്ങോട്ട് നോക്കി. എന്റെ അമ്പു അവിഹിതത്തിലാണെങ്കിൽ അവന്റെ അവര് നേറി കണ്ടില്ലേ, അതാണ് സംഭവം. എന്തുവാണ് ഇത്? എന്റെ അമ്പു, എങ്ങോട്ടാണ് ഈ ജനറേഷനും ഈ റിലേഷൻഷിപ്പിൽ ഓരോ ഇതൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് അപ്പൊ പേടി തോന്നുന്നതാണ് സത്യം പറയണേ. എടുത്തേണ്ടി ഇത് ജിനാൻ എങ്ങനെ അറിഞ്ഞാലോ? അവനായിട്ട് അറിയാൻ പോണില്ല, നീയായിട്ട് പറയാതിരുന്നാ മതി. അവന്റെ അടുത്തേക്ക് പോവാല്ലേ? അല്ല ജിനാനെ, ഏതാ വല്ലപ്പോഴും ചെക്കൻ അവളെ ബെസ്റ്റ് ആണല്ലോ. എന്താ വരാൻ പറഞ്ഞേ? ഒന്നുമില്ല, ജസ്റ്റ് കാണാൻ വിളിച്ച. എന്താണ് അവളെ കഴുത്തില്? അതൊരു കൊതുക് അടിച്ചതാ. ആ, അതെ അതെ അതെ, അതിനെനിക്കറിയാം. എന്നോട് അവള് പറഞ്ഞായിരുന്നു. ആണോ? എന്നാക്കെ ശരിടാ, ഞങ്ങൾ പോട്ടെ. മണ്ടനൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നത്. എന്തൊരു പൊട്ടനാടാ, ഇജത് വിശ്വസിച്ചോ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഓഹ്, എന്തൊരു സിറ്റുവേഷൻ അല്ലേ ഇത്. ഷോ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മനസ്സിൽ അല്ലെങ്കിൽ ആ അകത്തുണ്ടാവുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് ഷോ, നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാനും പറ്റാത്തതിന് അത്രയ്ക്കുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷൻ ആണത്. അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും ഒന്നും ചോദിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ വഴിക്ക് തന്നെ വിട്ടേക്കണം ആ പെങ്കൊച്ചിന്. അതാണ് അതിന്റെ ഒരു കാര്യം. അതിപ്പോ ഒരു പെങ്കൊച്ചാണെങ്കിലും ആൺകൊച്ചാണെങ്കിലും ആ വഴിക്ക് തന്നെ അങ്ങ് വിട്ടേക്കണം. പിന്നെ തിരിഞ്ഞ് നോക്കേ ചെയ്യരുത്. അതാണ് അതിന്റെ ഒരു ഇത് ചെയ്യേണ്ടത്. നമ്മള് ലെറ്റ് ദം ഗോ. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ലൈഫ് അവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക. വിട്ടുകൊടുക്കലുമാണ് പല സമയത്തുള്ള സ്നേഹം. അതാണ് സംഭവം.